Good afternoon. Good afternoon. എന്താണ് കുട്ടികൾ കുറഞ്ഞു വരികയാണോ? ഇപ്പോ 25 പേരല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. സാറ്റർഡേ ആയതുകൊണ്ടാണോ? പിള്ളേരൊക്കെ ഇനി ക്ലാസ് ഇല്ലാതെ വീട്ടിലിരിക്കുന്ന കൊണ്ടാണോ? കഴിഞ്ഞ സാറ്റർഡേ ക്ലാസ്സിലോ എന്താ ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 27 പേരല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും? കഴിച്ചു മിസ്. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മള് സെൻസ് ഓർഗൻസാ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മള് ഐ പഠിച്ചു, ഇയർ പഠിച്ചു, ടങ് പഠിച്ചു അല്ലെ? 3 സെൻസ് ഓർഗൻസ് നമ്മൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ ക്ലാസ് കൊണ്ട്. ഇനിയിപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൂക്ക് അല്ലെങ്കിൽ നോസിനെ കുറിച്ച്. മൂക്ക് അല്ലെങ്കിൽ നോസ് അല്ലെ? അപ്പൊ എന്താണ് മൂക്കിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ മൂക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഇസ് എ പ്രൈമറി ഓർഗൻ ഓഫ് സ്മെൽ അല്ലെ? നമ്മൾ സ്മെല്ല് അറിയുന്നത് മൂക്കിലൂടെയാണ്. പിന്നെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്താ? അത് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആണ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ? പ്രധാനമായിട്ട് നമുക്ക് മൂക്കിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ മൂക്കിന്റെ ധർമ്മങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുക അല്ലെ? നമ്മൾ പല ഭക്ഷണങ്ങളും ഒക്കെ പാചകം ചെയ്യുന്നപ്പോൾ നല്ല സ്മെല്ലാണ്. നമ്മൾ സ്മെല്ല് അനുഭവിക്കുന്നത് അറിയാൻ കഴിയുന്ന മൂക്കിലൂടെയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ഓർഗൻ ആണ് മൂക്ക്. അപ്പൊ ഈ മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി എന്നറിയപ്പെടുന്നു. അത് നോട്ട് ചെയ്യണം, മൂക്കിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള പഠനം കൂടി നമ്മൾ നോക്കി പോകുന്നുണ്ട്. അപ്പൊ മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റിനോളജി. RHINOLOGY. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി എന്നറിയപ്പെടുന്നു. RHINOLOGY. ഇനി നമുക്കറിയാം, നമുക്ക് സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓർഗൻ ആണ് മൂക്ക് എന്ന് പറയുന്നത്, നോസ് അല്ലെ? ഇങ്ങനെ മൂക്കില് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികളാണ്, അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഗന്ധം നമ്മൾ തിരിച്ചറിയുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. നമ്മൾ സ്മെല്ലൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. മൂക്കിലെ ഗന്ധം തിരിച്ചറിയാൻ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഏതിലൂടെയാണ്? മൂക്കിലെ ഗന്ധഗ്രാഹികൾ അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഇനി നമ്മുടെ ഓരോ ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടങ് പഠിച്ചപ്പോൾ ടങ്ങുമായിട്ട് നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി, ഏത് നാഡി ഏത് നെർവാ പഠിച്ചത്? നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതായിരുന്നു? ആരും ഓർക്കണല്ലേ? ഹൈപ്പോഗ്ലോസൽ നാഡി എന്ന് പറഞ്ഞില്ലേ? ഹൈപ്പോഗ്ലോസൽ നാഡി. അത് ഓരോ സെൻസ് ഓർഗൻസും പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ നെർവ്സും കൂടി പഠിക്കണം. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. ഇപ്പൊ ഇവിടെ നമ്മൾ മൂക്കാണ് പഠിക്കുന്നത്. അപ്പൊ അതുപോലെ മൂക്കിന്റെ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. അതൊന്ന് നോട്ട് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി എന്നറിയപ്പെടുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികളാണ്, അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി, OLFACTORY, ഓൾഫാക്ടറി നെർവ്. എന്താണ് ആരും ഒരു വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? എന്താണ് ഒരു റെസ്പോൺസ്? ഞാൻ ചോദിക്കുന്നതിനൊരു റെസ്പോൺസ് ചെയ്യാത്തെ? സെൻസ് ഓർഗൻസ് കഴിഞ്ഞ 3 നമ്മൾ പഠിച്ചല്ല, അത് മറന്നുപോയോ അതൊക്കെ? ഒൺലി വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലല്ലോ. തിരിച്ച് ഫസ്റ്റ് ക്ലാസ് ആണോ ദീപ്തി? ഇതിനു മുന്നേ കയറിയിട്ടില്ലേ ക്ലാസ്സില്? ഇല്ല, ക്ലാസ്സിൽ കയറിയിട്ടില്ല. അജിത, അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരൊന്നും ഇല്ലേ? ഇല്ല, ജോയിൻ ചെയ്തതൊന്നുമായിരുന്നു.
അതെ, ഓക്കെ. അതാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളവരെ ആയിരിക്കായിരുന്നു ഒന്ന് പറഞ്ഞേ, ഒന്ന് രണ്ടുപേരെങ്കിലും പറഞ്ഞേ. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് ഉള്ളവരുണ്ടോ നോക്കട്ടെ. ഉണ്ട് മാം, ഉണ്ട്. ഉണ്ട്. അപ്പൊ ഉള്ളവരും മിണ്ടാതിരിക്കുന്നതാണോ? അല്ല, ഇപ്പൊ ജോയിന്റ് ആയിട്ടുള്ളൂ. അതെ, ഓക്കെ. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്റെ കുട്ടികളൊക്കെ ഒന്നും മിണ്ടാതിരിക്കണം, ഇങ്ങനെയായിരുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മറുപടി കിട്ടുന്ന എല്ലാവരും വളരെ സൈലന്റ് ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ സാറ്റർഡേസിൽ നിങ്ങൾക്ക് ബയോളജി ക്ലാസ് ആണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം തുടങ്ങി ബയോളജിയാണ് നമ്മൾ സാറ്റർഡേസിൽ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച് കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെൻസ് ഓർഗൻസ് ആണ്. സെൻസ് ഓർഗൻസിൽ നമ്മൾ ഐ പഠിച്ചു, ഇയർ പഠിച്ചു, ടങ് പഠിച്ചു. ഇത് 3ഉം നമ്മൾ കംപ്ലീറ്റഡ് ആയി. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂക്കാണ്, നോസ്. ഓക്കെ, എല്ലാവരും റിലാക്സ് ചെയ്ത് ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ കയറിക്കേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന സെൻസ് ഓർഗൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ തന്നെയാണ് മൂക്ക്. നമ്മൾ മൂക്കില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂക്ക് സ്മെല്ല്, പല കാര്യങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്മെല്ലിൽ കൂടിയാണ് അല്ലെ. പല ഫുഡും നമ്മള് പ്രിപ്പയർ ചെയ്തൊക്കെ സ്മെല്ല് നോക്കി നമുക്ക് പറയാലോ ഏത് ഭക്ഷണമാണെന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സെൻസ് ഓർഗൻസിൽ ഇമ്പോർട്ടന്റ് ആണ് മൂക്കെന്ന് പറയുന്നത്. നമ്മൾ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ, റെസ്പിറേറ്ററി ഓർഗൻ ആണ്. നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിൽ കൂടിയാണ്. 2 ഫംഗ്ഷനാണ് പ്രധാനമായിട്ട് മൂക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്, പ്രൈമറി ഓർഗൻ ഓഫ് സ്മെൽ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ റെസ്പിറേറ്ററി ഓർഗൻ ആണ്. അപ്പം നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ പഠന ശാഖകളും കൂടി നോക്കി പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് മൂക്കിനെ കുറിച്ചുള്ള പഠനം. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റിനോളജി. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, അപ്പൊ അത് നോട്ട് ചെയ്യുക. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി, RHINOLOGY, റിനോളജി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഗന്ധം തിരിച്ചറിയാനുള്ള ഒരു ഇന്ദ്രിയമാണ് നോസ്, മൂക്ക് എന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയാനുള്ള ഒരു ഇന്ദ്രിയമാണ് നോസ്. ഇനി നമുക്ക് ഇങ്ങനെ ഗന്ധം, ഈ നമ്മൾ ഓരോന്നിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികളാണ്. ഗന്ധഗ്രാഹികൾ, അത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണ് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂക്കിലെ ഗന്ധഗ്രാഹികൾ. അപ്പൊ ഇനി ഇതെന്ന് വെച്ചാൽ ഗന്ധവുമായി ബന്ധപ്പെട്ട്, ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെർവ്സും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവ്, NERVE, ഓൾഫാക്ടറി നെർവ്, OLFACTORY, ഓൾഫാക്ടറി നെർവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ അല്ലേ? 4 പോയിന്റ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നോസ് ബ്ലീഡിങ്, മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നത്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാറ്റിസ് എന്നാണ്. എപ്പിസ്റ്റാറ്റിസ്, EPISTAXIS, എപ്പിസ്റ്റാറ്റിക്സ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാറ്റിക്സ് എന്നാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെൻസ് ഓർഗൻസ് ഐയും ഇയറൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ തന്നെ പഠിക്കാനുണ്ടായിരുന്നു നമുക്ക്. ഓരോ ഭാഗങ്ങളും അതിന്റെ ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഈ PSC ലെവൽ വെച്ച് നോക്കുമ്പോൾ സെൻസ് ഓർഗൻസിൽ ഇതിനകത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം മാത്രം പഠിച്ചാൽ മതി. സ്കിന്നും അതുപോലെ തന്നെ മൂക്കും, അതിന്റെ ഫുള്ള് സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, മൂക്കുമായിട്ട് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മൾ നോസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതുപോലെ സ്കിന്നും അതെ. പക്ഷെ ഐയും ഇയറൊക്കെ സ്ട്രക്ചർ തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ 2 സെൻസ് ഓർഗൻസും പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പോയിന്റ്സുകൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അല്ലാതെ മൂക്കിന്റെ ഫുൾ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. എപ്പിസ്റ്റാറ്റിസ്.
ഇനി നമുക്ക് അടുത്ത നമ്മൾ ഇങ്ങനെ നമ്മള് ഗന്ധം അല്ലെങ്കിൽ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് കൊറോണയൊക്കെ വന്നപ്പോ നമ്മൾ പറയും സ്മെല്ലൊന്നും തിരിച്ചറിയാനുള്ളതാണ് അല്ലെ, ഒന്നിന്റെ മണം നമുക്ക് അറിയാൻ പറ്റുള്ളതാണ്. അതല്ലാതെ നമുക്ക് ഗന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കാണ് അനോസ്മിയ എന്ന് പറയുന്നത്. അനോസ്മിയ രമ്യ ഇവിടെ ഇതിനകത്ത് മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞു. അനോസ്മിയ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. ANOSMIA അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാനാവാത്ത ആ അവസ്ഥയ്ക്കാണ് അനോസ്മിയ എന്ന് പറയുന്നത്. The loss of the sense of smell either total or partial. ഒന്നില് ടോട്ടൽ ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ സ്മെല്ലിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഗന്ധങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല. ആ അവസ്ഥയ്ക്കാണ് അനോസ്മിയ എന്ന് പറയുന്നത്. അനോസ്മിയ. എന്നാൽ ചില ആൾക്കാർക്ക് ഭയങ്കര സ്മെല്ല് പിടിക്കാനുള്ള കഴിവുണ്ടാവും അല്ലെ, അങ്ങനെയുള്ളവരുണ്ടാവും. പെട്ടെന്ന് തന്നെ ഭയങ്കര സ്മെല്ലും ചെറിയ ഇതുപോലും പെട്ടെന്ന് മണത്തറിയാൻ കഴിയുന്നവര്, അങ്ങനെയുള്ള ഒരു അവസ്ഥ, വളരെ നേരിയ ഗന്ധം പോലും തിരിച്ചറിയാവുന്ന രീതിയിൽ ശക്തമായി മണം പിടിക്കാൻ കഴിയുന്ന ആ അവസ്ഥയ്ക്കാണ് ഹൈപ്പറോസ്മിയ എന്ന് പറയുന്നത്. ഹൈപ്പറോസ്മിയ. HYPEROSMIA ഹൈപ്പറോസ്മിയ. അപ്പൊ ഗന്ധം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് അനോസ്മിയ എന്ന് പറയുന്നത്. എന്നാൽ വളരെ നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഹൈപ്പറോസ്മിയ. HYPEROSMIA ഹൈപ്പറോസ്മിയ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓരോ ജീവികളിലും ഒരു 3-4 ജീവികളുടെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഗന്ധവുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി ഈ ഓർഗൻ, ഈ റെസ്പിറേറ്ററി അല്ല റിസപ്റ്റർ ഓർഗൻ, അതായത് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസ് ഓർഗൻ എന്ന് പറയാം. വിവിധ ജീവികളിലെ സെൻസ് ഓർഗൻ അല്ലെങ്കിൽ റിസപ്റ്റർ ഓർഗൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രാഹികള് റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാ പറയുന്നത്. പാമ്പ്, പൂച്ച, എലി ഏതൊക്കെയാണ്? പാമ്പ്, പൂച്ച, എലി തുടങ്ങിയ ജീവികളില് മണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് പറയുന്ന പേരാണ് ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ. JACOBSONS ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ പാമ്പ്, പൂച്ച, എലി തുടങ്ങിയ ജീവികളില് മണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. അത് റിസപ്റ്റർ ഓർഗൻ ആണ്. ഇപ്പൊ സ്നേക്ക് അല്ലെങ്കിൽ പാമ്പിന്റെ റിസപ്റ്റർ ഓർഗൻ ഏതാണ്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ ജേക്കബ്സൺസ് ഓർഗൻ ആണ്. അപ്പൊ അത് അങ്ങനെ 3-4 തന്നിട്ടുണ്ട്. അത് എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള ഒരു പ്രത്യേക ടെക്സ്റ്റിൽ ഒരു പ്രത്യേക ബോക്സിലാക്കി തന്നെ ഇട്ടേക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ സ്നേക്കിന്റെ പറഞ്ഞല്ലോ. അപ്പൊ ജീവികളിലെ ഗ്രാഹികളാണ്. അതിൽ സ്നേക്കിന്റെ റെസപ്റ്റർ ഓർഗൻ ആണ് ജേക്കബ്സൺ ഓർഗൻ. പിന്നെ പ്ലനേറിയ. പ്ലനേറിയ എന്ന് വെച്ചാൽ എന്താ, മലയാളം അറിയോ? പ്ലനേറിയ പരന്ന വിര എന്ന് പറയും. ഒരു വിരയുടെ ഒക്കെ വോംസിന്റെ ഒക്കെ ഒരു ഇതിനകത്ത് വരുന്നതാണ് പ്ലനേറിയ. പരന്ന വിര എന്നാണ് മലയാളം അതിന് പറയുന്നത്. പ്ലനേറിയയിലെ ഈ റിസപ്റ്റർ ഓർഗൻ ഏതാ? ഐസ്പോട്ട് ആണ്. ഐസ്പോട്ട്. ഐസ്പോട്ട്. പ്ലനേറിയ ഐസ്പോട്ട്. EYESPOTS ഐസ്പോട്ട്സ്. പ്ലനേറിയയിലുള്ള റിസപ്റ്റർ ഓർഗൻ ആണ് ഐസ്പോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ ഈച്ച. ഈച്ചയിലെ റിസപ്റ്റർ ഓർഗൻ ആണ് ഒമാറ്റിഡിയ. ഒമാറ്റിഡിയ. OMMATIDIA ഒമാറ്റിഡിയ. ഈച്ച അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈയുടെ റിസപ്റ്റർ ഓർഗൻ ആണ് ഒമാറ്റിഡിയ. നെക്സ്റ്റ് സ്രാവ്. അല്ലെങ്കിൽ സ്രാവിന് പറയുന്ന മറ്റൊരു പേരാണ് ഡോഗ് ഫിഷ് എന്ന് അറിയപ്പെടും. ഡോഗ് ഫിഷ്. സ്രാവ് അല്ലെങ്കിൽ ഡോഗ് ഫിഷ്. അതിന്റെ റിസപ്റ്റർ ഓർഗൻ ആണ് പാർശ്വവര. ലാറ്ററൽ ലൈൻ. പാർശ്വവര. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വേണമെങ്കിൽ ചോദിക്കാം. എന്ന് വെച്ചാൽ ജീവികളിലെ ഓരോ ജീവികളും അതിന്റെ ഗ്രാഹികളും റിസപ്റ്റർ ഓർഗൻ അതിന്റെ ഗ്രാഹികളും തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഈ ഓരോ ജീവിയുമായിട്ട് പ്ലനേറിയയിലെ ഗ്രാഹികൾ ഏതാ, റിസപ്റ്റർ ഓർഗൻ ഏത്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഇത് നോക്കാം. നമ്മൾ പറഞ്ഞ പ്ലനേറിയയിലെ റിസപ്റ്റർ ഓർഗൻ ഐസ്പോട്ട്, ഈച്ച അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈയുടെ ഒമാറ്റിഡിയ, സ്രാവിന്റെ പാർശ്വവര അല്ലെങ്കിൽ ലാറ്ററൽ ലൈൻ,
പാമ്പിന്റെ ജേക്കബ്സൺ ഓർഗൻ ആണ് ഇത് എന്റെ റെസിപ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങക്ക് ഗന്ധം കൂടുതലായി തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് അതിനാണ് ഹൈപ്രോസ്മിയ എന്ന് പറയുന്നത്. ഗന്ധം നമുക്ക് കൂടുതലായിട്ട് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതിനാണ് ഹൈപ്രോസ്മിയ. HYPEROSMIA ഹൈപ്രോസ്മിയ. ഗന്ധം തിരിച്ചറിയാൻ പറ്റാത്തതിനാണ് അനോസ്മിയ എന്ന് പറയുന്നത്. അനോസ്മിയ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ PSC ലെവലില് ഈ മൂക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗമായിട്ട് ചോദിക്കുന്നത്. സെൻസ് ഓർഗൻസിലെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ആ കണ്ണും ഇതൊക്കെ പഠിച്ചപ്പോ അതിലെങ്ങനെയാ ഇത് എന്താണ് സ്മെല്ല് അല്ലെങ്കിൽ നമ്മള് കാഴ്ച എങ്ങനെയാണ് സാധ്യമാകുന്നത് അല്ലെങ്കിൽ കേൾവി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നതല്ല എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മള് ശ്വസിക്കുമ്പോൾ സ്മെല്ല് ആദ്യം എങ്ങോട്ടാ പോകുന്നത്? ഈ നോസ്ട്രിൽ അല്ലെങ്കിൽ നാസ രന്ധ്രം എന്ന് പറയും. അതിന്റെ സ്ട്രക്ചർ പഠിക്കാനില്ല, അതുകൊണ്ട് ഇത് നോക്കണ്ട. എങ്കിലും എങ്ങനെയാണ് സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നാസ രന്ധ്രം അല്ലെങ്കിൽ നോസ്ട്രിൽസിൽ ആണ് ഫസ്റ്റ് ആ സ്മെല്ല് പോകുന്നത്. പിന്നെ നാസ രന്ധ്രത്തിൽ നിന്ന് നാസ ഗഹ്വരം എന്ന് പറയും, നേസൽ ക്യാവിറ്റി. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ട്യൂബ് പോലെ ഇരിക്കണല്ലേ, അതിനാണ് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസ ഗഹ്വരം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്മെല്ല് എവിടെ? നോസ്ട്രിലിൽ നിന്ന് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസ ഗഹ്വരത്തിലേക്ക് പോകും. അവിടെ എന്തുണ്ട്? ശ്ലേഷ്മം ഒക്കെ ഉണ്ട്. മൂക്കിന്റെ ഉള്ളില് ശ്ലേഷ്മം ഒക്കെ ഇല്ലേ? ശ്ലേഷ്മം ഹെയർസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ നമ്മള് ശ്വസിക്കുന്ന വായുവിലുള്ള പൊടിപടലങ്ങളെയൊക്കെ മൂക്കിന്റെ ഉള്ളിലേക്ക് കടക്കാതെ തടയുന്നതാണ് ശ്ലേഷ്മം അല്ലെങ്കിൽ ഹെയർസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഹെയർസ് ഒക്കെ ഉണ്ട്, ശ്ലേഷ്മം അല്ലെങ്കിൽ രോമകോശങ്ങൾ ഹെയർസ് ഉണ്ട്. അതിൽ കൂടെ എന്താണ്? അപ്പൊ അത് കൂടെ പാസ് ചെയ്തിട്ട് ഗന്ധഗ്രാഹികള് അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൽ എത്തും. അവിടെ നിന്ന് ഈ ഇമ്പൾസുകള് ആവേഗങ്ങള് ഗന്ധ നാഡി വഴി, അതായത് നമ്മൾ പറഞ്ഞ ഓൾഫാക്ടറി നെർവ്സ്. അപ്പോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൽ നിന്ന് ഓൾഫാക്ടറി നെർവ്സ് വഴി ബ്രെയിനിലേക്ക് എത്തും, തലച്ചോറിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മൾ ഈ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യുന്നത്. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത്? ഏത് ഭാഗം? 5 ഭാഗങ്ങള് ബ്രെയിനിന്റെ തലച്ചോറിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മിഡില ഒബ്ലാങ്കേറ്റ, അതൊക്കെ പഠിച്ചിട്ടില്ലേ? തലാമസ്, ഹൈപ്പോ തലാമസ് ഒക്കെ. അപ്പൊ അതിനകത്ത് ഏത് ഭാഗമാണ് ഗന്ധം? ഇത് ചോദിക്കാം. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് ഭാഗം? സെറിബ്രം. ഓക്കെ, വെരി ഗുഡ്. ബിന്ദു പറഞ്ഞു പെട്ടെന്ന്. സെറിബ്രം ആണ്, അത് നോട്ട് ചെയ്യണം. അപ്പോ ഇതും ചോദിക്കാം. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. അപ്പൊ സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പാത്താണ് ഞാൻ പറഞ്ഞത്. നാസ രന്ധ്രം അല്ലെങ്കിൽ നോസ്ട്രിൽസ്, അവിടെ നിന്ന് നാസ ഗഹ്വരം, നേസൽ ക്യാവിറ്റിയിൽ നിന്ന് ശ്ലേഷ്മം അല്ലെങ്കിൽ രോമകോശങ്ങൾ വഴി രോമകോശം, എന്നിട്ട് നെക്സ്റ്റ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ വഴി ആവേഗങ്ങള് ഇമ്പൾസുകള് എവിടെ എത്തും? ഓൾഫാക്ടറി നെർവ്സില്, നാഡികളില് അല്ലെ, ഗന്ധനാഡി അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ്സ് കൂടെ എവിടെ എത്തും? ബ്രെയിനിലെത്തും. ബ്രെയിനില് ഏത് ഭാഗമാണ്? സെറിബ്രത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ആ പോയിന്റ്സുകൾ അത് മാത്രമാണ് നിങ്ങൾക്ക് PSCയുടെ ലെവലില് പഠിക്കേണ്ടതുള്ളൂ. ഇനി നെക്സ്റ്റ് ഓർഗൻ ആണ് സ്കിന്ന്, ത്വക്ക്. ഇതും കുറച്ച് കാര്യങ്ങളുള്ളൂ ഇതുമായിട്ട്. ഇത് രണ്ട് വളരെ ഷോർട്ട് ആയിട്ടാ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നിന്റെ ഇതുപോലെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കേണ്ട. എങ്കിലും 3 പാർട്സ് ആണ് ഏറ്റവും പുറമേ കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മള് സ്കിന്ന് പറഞ്ഞ എന്താ പ്രത്യേകത? ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് അല്ലെ? നമ്മുടെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് സ്കിൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് അല്ലെ? മലയാളത്തിൽ ത്വക്ക് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഇത് നമ്മളിപ്പോ ഓരോരുത്തരും നമ്മുടെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പുറമേ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഹെയറുകളൊക്കെ പൊങ്ങി നിൽക്കുന്ന ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗത്തിനാണ് അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്.
അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ്. ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനാണ്, ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് സ്കിന്നിന്റെ അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ്. അതിന്റെ താഴെയുള്ളത് ചർമ്മം അല്ലെങ്കിൽ ഡെർമിസ് എന്ന് പറഞ്ഞു. ഡെർമിസ്, DERMIS, ഡെർമിസ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന പാളിയാണ്. നടുക്കുള്ളത് ചർമ്മം അല്ലെങ്കിൽ ഡെർമിസ്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഏറ്റവും അടിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അധചർമ്മം അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അധചർമ്മം അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്. അങ്ങനെ 3 ഭാഗങ്ങൾ, പ്രധാനമായിട്ട് 3 ലെയറാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഏറ്റവും പുറമേ കാണപ്പെടുന്നതാണ് അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ്. നടുക്ക് വരുന്നത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന പാളി, അതാണ് ഡെർമിസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അകത്തായിട്ട് കാണപ്പെടുന്നതാണ് അധചർമ്മം അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്. ഇനി ഈ ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ഡെർമറ്റോളജി. ഡെർമറ്റോളജി, DERMATOLOGY. അത് ഓരോന്നും പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന ബ്രാഞ്ച് ഏതാണെന്നുള്ളത് പഠിക്കണം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി, DERMATOLOGY. നമ്മൾ പറഞ്ഞു ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? എന്തൊക്കെ കാര്യങ്ങളാണ് സ്കിൻ ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും? ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ടുണ്ടല്ലോ. സ്കിൻ എന്തൊക്കെയാ ചെയ്യുന്നേ? ഒന്നാമത്തെ നമുക്ക് അറിയാം പ്രൊട്ടക്ഷൻ, അല്ലെ? ചൂട്, തണുപ്പ്, ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് അല്ലെ സ്കിന്നാണ്. അതായത് അതൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ഒരു ലെയർ പോലെ, നമ്മുടെ ബോഡീനെ ഒരു ലെയർ പോലെ ഇരിക്കുകയല്ലേ. ഉള്ളിലുള്ള ഓർഗനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് സ്കിന്നിന്. പിന്നെ അടുത്താണ് സെൻസറി ഫംഗ്ഷൻ. സെൻസർ, നമ്മൾ ഒരാളെ പിടിക്കുക, നമ്മൾ ആ ടച്ച് ചെയ്യുമ്പോൾ അറിയുക അല്ലെ, ആ സെൻസ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, സെൻസറി ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അടുത്താണ് എക്സ്ക്രീഷൻ. നമ്മുടെ അധികമുള്ള ഇത് വേസ്റ്റിനെയൊക്കെ സ്കിന്നിൽ കൂടെ പുറത്തു കളയില്ലേ, വേർക്കുമ്പോൾ വേർപ്പായിട്ട് പുറത്തു കളയില്ലേ. അപ്പൊ അതൊരു എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളൊരു മറ്റൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. സ്കിന്നിന്റെ നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, സെൻസറി ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അടുത്ത റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിലെ താപനില സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതും സ്കിന്നാണ്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അവയവമാണ് സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സ്കിന്നിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ എന്തൊക്കെയാ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിൽ കൂടെ തിരിച്ചറിയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ? കോൾഡ്, ചൂട്, തണുപ്പ്, പിന്നെ പെയിൻ. ഓക്കെ, പെയിൻ. പിന്നെ വേദന അറിയാൻ പറ്റും. ആരെങ്കിലും വന്ന ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേദന അറിയാൻ പറ്റൂലേ സ്കിന്നിൽ കൂടെ. പിന്നെ എന്താ, നമ്മൾ ടച്ച് ചെയ്യുമ്പോ അറിയാൻ പറ്റുള്ളേ, ആരെങ്കിലും വന്ന് പിടിക്കുമ്പോ അറിയാൻ പറ്റില്ല, സ്പർശം അല്ലെങ്കിൽ ടച്ച്. പിന്നെ എന്താ, പ്രഷർ, മർദ്ദം. ഇത്രയും കാര്യങ്ങള് ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് ടച്ച്, പ്രഷർ, ഹീറ്റ്, കോൾഡ്, പെയിൻ. വേദന, മർദ്ദം, ചൂട്, തണുപ്പ്, പിന്നെ ഏതാ, സ്പർശം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സംവേദങ്ങൾ. ഇനി ത്വക്കിലെ നമ്മൾ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. നമ്മൾ വേർപ്പ്, നമ്മൾ നല്ല ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേർപ്പിൽ കൂടെ കുറെ മാലിന്യങ്ങൾ പുറത്തു പോകുന്നുണ്ട്, ശരീരത്തിലുള്ള മാലിന്യങ്ങൾ വേർപ്പിൽ കൂടെ പുറത്തു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ത്വക്കിലുള്ള വിസർജന ഗ്രന്ഥികളാണ് സ്വേദഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും. ഇത് നോട്ട് ചെയ്യണം. ത്വക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേദഗ്രന്ഥികൾ. സ്വെറ്റ് ഗ്ലാൻഡ്, SWEAT, ഇംഗ്ലീഷ് ആണ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സ്വേദഗ്രന്ഥികൾ, സ്വെറ്റ് ഗ്ലാൻഡ്. രണ്ടാമത്തെ ആണ് സെബേഷ്യസ് ഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്ലാൻഡ്, SEBACEOUS, സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പൊ ത്വക്കിലുള്ള വിസർജന ഗ്രന്ഥികളാണ് സ്വേദഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും, സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും. ഇനി സ്വേദഗ്രന്ഥികൾ എന്താ ചെയ്യുന്നേ? സ്വേദഗ്രന്ഥികൾ എന്ത് ചെയ്യുന്നു?
വേർപ്പിനെ പുറത്തു കളയുന്നു. സ്വെറ്റ് അല്ലെ, വേർപ്പ്. സ്വേദഗ്രന്ഥികള് വേർപ്പിനെ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, സ്വേദഗ്രന്ഥികള് വിയർപ്പിനെ പുറത്തേക്ക് കളയുന്നു. സെബേഷ്യസ് ഗ്രന്ഥികള് സേബം പുറത്തു കളയുന്നു. സേബം പുറത്തു കളയല്ല, ഉൽപ്പാദിപ്പിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസ് ഗ്ലാൻഡ് സെക്രേറ്റ് സേബം. സേബം സെക്രേറ്റ് ചെയ്യുന്നു. സെബേഷ്യസ് ഗ്രന്ഥികള് സേബം ഉൽപ്പാദിപ്പിക്കുന്നു. സേബം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ എന്താ സേബം എന്ന് പറയുന്നത്? സേബം, SEBUM, സേബം. അപ്പൊ സ്വെറ്റ് ഗ്രന്ഥികൾ എന്തൊക്കെയാ? സ്വെറ്റിനെ പുറന്തള്ളുന്നു, വേർപ്പ് പുറത്തള്ളുന്നു. രണ്ടാമത്തെയാണ് സെബേഷ്യസ് ഗ്ലാൻഡ് പറഞ്ഞത്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? സേബം സെക്രേറ്റ് ചെയ്യുന്നു, സേബം ഉൽപ്പാദിപ്പിക്കുന്നു. സേബം, SEBUM, അതൊരു പുതിയ വേർഡാണ് സേബം എന്ന് പറയുന്നത്. സേബം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ത്വക്കിനും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ രോമത്തിനും ഒക്കെ മൃദുത്വം നൽകുന്ന ഒരു ദ്രാവകമാണ് സേബം എന്ന് പറയുന്നത്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ഒരു ദ്രാവകമാണ് സേബം എന്ന് പറയുന്നത്. സേബം, സേബം. സേബം ഈസ് ആൻ ഓയിലി സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊട്ടക്ട്സ് യുവർ സ്കിൻ ഫ്രം ഡ്രൈയിങ് ഔട്ട്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓയിലി സ്ട്രക്ചർ ആണ് സേബം എന്ന് പറയുന്നത്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ഒരു ദ്രാവകമാണ്, ഒരു ഓയിലി സബ്സ്റ്റൻസ്, ഒരു ദ്രാവകമാണ് സേബം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ത്വക്കിലെ വിസർജന ഗ്രന്ഥികൾ, ത്വക്കിലുള്ള വിസർജന ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? 2 ഗ്രന്ഥികൾ നമ്മൾ പറഞ്ഞു. സെബേഷ്യസ് ഗ്രന്ഥികളും സ്വേദഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും, അല്ലെങ്കിൽ ഇംഗ്ലീഷില് സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു. ഈ സ്വേദഗ്രന്ഥികൾ എന്താ ചെയ്യുന്നേ? വേർപ്പിനെ പുറത്തേക്ക് കളയുന്നു. രണ്ടാമത്തെയാണ് സെബേഷ്യസ് ഗ്രന്ഥികൾ. എന്താ ചെയ്യുന്നേ? സേബം ഉൽപ്പാദിപ്പിക്കുന്നു. സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രേറ്റ് സേബം, സേബം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സേബം എന്ന് പറഞ്ഞാൽ എന്താ? ത്വക്കിനും രോമത്തിനും നൽകുന്ന ഒരു ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ്. സേബം ഈസ് ആൻ ഓയിലി സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊട്ടക്ട് യുവർ സ്കിൻ ഫ്രം ഡ്രൈയിങ് ഔട്ട്. അല്ലെ, സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ് സേബം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പൊ 3 പാളികൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും പുറമേ ഉള്ള ഔട്ടർ ലെയറിനാണ് നമ്മൾ അതിചർമ്മം എന്ന് പറഞ്ഞത് അല്ലെ. ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് അതിചർമ്മം, നടുക്കുള്ളത് ചർമ്മം അല്ലെങ്കിൽ ഡെർമിസ്, ഏറ്റവും ഉള്ളിലുള്ളത് അധചർമ്മം, ഹൈപ്പോഡെർമിസ്. അധചർമ്മം അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ് എന്ന് പറയും. ഇനി അപ്പൊ ഇതിനകത്ത് അപ്പൊ 3 ലെയേഴ്സ് പറഞ്ഞതില് ഏറ്റവും കട്ടി കുറഞ്ഞ പാളി, ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം. അത് നോട്ട് ചെയ്യണം. ഏറ്റവും ത്വക്കിലെ, അതിനാണ് 3 പാളികൾ ഉണ്ടെന്ന് പറഞ്ഞത്. അതിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ്. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം അല്ലെങ്കിൽ എപ്പിഡെർമിസ്. ഇനി നമുക്ക് ഈ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഡിസീസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒന്നാമത്തെ, ചിലർക്കൊക്കെ ഉണ്ടാവും ത്വക്കിന്റെ അതിന്റെ ഞാൻ പറയാ ഡിസീസ് പറയാം. ആദ്യം അരിമ്പാറ എന്ന് പറയും, അല്ലെ വാട്സ്, ഇംഗ്ലീഷിൽ പറയുന്ന വാട്സ്, WARTS, അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് എന്ന് പറയും, WARTS. ആർക്കെങ്കിലും ഒക്കെ ഉണ്ട് അരിമ്പാറ? എങ്ങനെയിരിക്കുന്ന സ്കിന്നില് അരിമ്പാറ എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു ചെറിയ കറുത്ത നിറത്തിൽ ഇങ്ങനെ ഒരു മുഴ പോലെ ഇങ്ങനെ ഇരിക്കൂല അരിമ്പാറ അല്ലെ? അപ്പൊ അതെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു ഡിസീസാണ്. സ്കിന്നിന്റെ മേൽപാളിയായ ചർമ്മം ഇരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. ആർക്കെങ്കിലും ഏറ്റവും വരുന്നുണ്ടോ? ഇവിടെ ഭയങ്കര നോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസുകളാണ് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പറഞ്ഞതാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് എന്ന് പറയുന്നത്, WARTS. ഇപ്പൊ നിങ്ങക്ക് കുഴപ്പമുണ്ടോ? ഒക്കെ വരുമ്പോ ഭയങ്കര നമുക്ക് ഇല്ല, കുഴപ്പമില്ല. ഇല്ല ഇല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട് മിസ്. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസസുകളാണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെയാണ് അരിമ്പാറ എന്ന് പറയുന്നത്. അരിമ്പാറ എന്ന് പറഞ്ഞാൽ ത്വക്കിന്റെ ഈ ഏറ്റവും മേലിലുള്ള ഈ പുറമെയുള്ള പാളിയിലെ അതിചർമ്മം അത് ഇരുണ്ടുകൂടി ഉണ്ടാകുന്ന, അവിടുത്തെ ചർമ്മമൊക്കെ ഇങ്ങനെ ഇരുണ്ടു കൂടിയിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴകളെയാണ് അരിമ്പാറ എന്ന് പറയുന്നത്. അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് എന്ന് പറയുന്നത്, WARTS. ഇങ്ങനെ ചില കാര്യങ്ങളുടെ നിങ്ങൾ ഇംഗ്ലീഷ് വേർഡുകൾ ഞാൻ അതാ പറയുന്നത്, അതും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് ഇത് എന്താ ഇതിന്റെ ചില ഈ സയന്റിഫിക് ആയിട്ട് ഇങ്ങനെ പറയുന്ന ഇതിന്റെ ഇംഗ്ലീഷും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അരിമ്പാറ അല്ലെങ്കിൽ വാട്സ്, WARTS. ഇനി അരിമ്പാറയ്ക്ക് ഈ കാരണമാകുന്ന സൂക്ഷ്മ ജീവികൾ വൈറസ് ആണ്. അപ്പൊ ചോദിക്കാം, ഈ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവികൾ ഏതാ? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിനകത്ത് അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവികൾ വൈറസ് ആണ്, വൈറസ്. ഇനി രണ്ടാമത്തെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അരിമ്പാറ പറഞ്ഞു, ത്വക്കിന്റെ മേൽപ്പാളിയായ അതിചർമ്മം ഇരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളെയാണ് അരിമ്പാറ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സോറിയാസിസ് എന്ന് പറയും, സോറിയാസിസ്. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ഉണ്ടാവും കേട്ടോ. എന്നാലും നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെറുത് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുക. ഏത് ക്ലാസ് ആണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ ലെക്ചർ നോട്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് മൊത്തം പഠിക്കണേക്കാളും നമ്മുടെ രീതിക്ക് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ഡിസീസ് ആണ് സോറിയാസിസ്, PSORIASIS. പി അവിടെ സൈലന്റ് ആണ്. സോറിയാസിസ്, PSORIASIS, സോറിയാസിസ്. സോറിയാസിസ് എന്ന് പറഞ്ഞത് ത്വക്കിന്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ്. മറ്റേത് എന്താ പറഞ്ഞത്? നമ്മുടെ ഇരുണ്ടുകൂടി ഇങ്ങനെ ഒരു ചെറിയ മുഴ പോലെ ഉണ്ടാകുന്നതാണ്. ഇവിടെ എന്താന്ന് നോക്കിയേ, ത്വക്കിന്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മറ്റൊരു അസുഖമാണ് ആൽബനിസം. മൂന്നാമത്തെയാണ് ആൽബനിസം. ഇതിന് കാരണമായ വൈറസ് ആണ്, ഫംഗസ് ആണ്, എന്താണ്? അത് എന്താ, അത് ഒന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ അത് ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സോറിയാസിസ് ആ ഡിസീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ സോറിയാസിസ്. പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ ഡിസീസ് ആണ് ആൽബനിസം. ALBINISM. ALBINISM, ആൽബിനിസം. ആൽബിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെലാനിൻ, നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന, സ്കിന്നിന് കളർ നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത്. മെലാനിൻ സ്കിന്നിന് കളർ നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ, MELANIN, മെലാനിൻ. അപ്പൊ ഇങ്ങനെ മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന ഒരു രോഗമാണ് ആൽബനിസം. മെലാനിന്റെ അഭാവം, മെലാനിന്റെ കുറവ് മൂലം സ്കിന്നിന് വരുന്ന ഒരു അസുഖമാണ് ആൽബനിസം എന്ന് പറയുന്നത്. ആൽബനിസം. മെലാനിൻ എന്തിനാണ്? നമ്മുടെ അൾട്രാവയലറ്റ് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാനിനാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഈ മെലാനിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെലാനിനാണ്. ഇങ്ങനെ ഈ മെലാനിന്റെ അഭാവം മൂലം സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആൽബനിസം എന്ന് പറയുന്നത്. ആൽബനിസം. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടുള്ള സ്കിന്നിന്റെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ അരിമ്പാറ പറഞ്ഞു, രണ്ടാമത്തെ സോറിയാസിസ് പറഞ്ഞു, മൂന്നാമത്തെയാണ് ആൽബിനിസം എന്ന് പറയുന്നത്. ആൽബിനിസം. ഇനി ഇത് മൂന്നാണ് ഇങ്ങനെ പഠിക്കാനുള്ള. മറ്റത് പേരുകൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. സ്കിന്നിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്നതിന് സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ബന്ധമല്ലാത്ത രോഗം, അങ്ങനെ ഏത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ത്വക്കിനെ ബാധിക്കുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ തന്നേക്കുന്ന സ്കിൻ ഡിസീസസ് ആണ്. ഒന്നാമത്തെ എക്സിമ,
അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനല്ല, ആ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എക്സിമ, ECZEMA, എക്സിമ, ECZEMA, എക്സിമ. നെക്സ്റ്റ് ആണ്, രണ്ടാമത്തെ ആണ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസ്, DERMATITIS, ഡെർമറ്റൈറ്റിസ്. പിന്നെ മൂന്നാമത്തെയാണ് പാണ്ട്. പാണ്ട് കണ്ടിട്ടില്ലേ? വെളുത്തിങ്ങനെ ശരീരത്തിൽ മുഴുവനും കേരളത്തിലൊക്കെ ഇങ്ങനെ വെള്ളപ്പാണ്ട് എന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വിറ്റിലിഗോ എന്നാണ്. VITILIGO, വിറ്റിലിഗോ. വിറ്റിലിഗോ, പാണ്ട്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു ഡിസീസ് ആണ് മെലനോമ. മെലനോമ, MELANAMA, മെലനോമ, NOMA ആട്ടോ, MELANOMA, മെലനോമ. പിന്നെ നെക്സ്റ്റ് ഒരു സ്കിന്നിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് കാൻഡിഡൈറ്റിസ്. കാൻഡിഡൈസിസ്, CANDIDIASIS, കാൻഡിഡൈസിസ്. ഇത്രയാണ് സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങൾ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ 3 നമ്മൾ പഠിച്ചായിരുന്നു. എക്സിമ, ഡെർമറ്റൈറ്റിസ്, പാണ്ട്, മെലനോമ, കാൻഡിഡൈസിസ്. ഇനി നമുക്ക് നോക്കാം, ത്വക്കില് നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? ഏത് വൈറ്റമിൻ ആണ്? വിറ്റാമിൻ ഏതാണ്? ജീവകം, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ്. അത് നമുക്കറിയാം സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ അല്ലെ, നമ്മള് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ഒരു ലൈറ്റ്, ഈ നമ്മള് സൺലൈറ്റ് കൊള്ളാൻ പറയും, സൂര്യപ്രകാശം കൊള്ളാൻ പറയും. അത് എന്ന് വെച്ചാൽ ത്വക്കില് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന്? നമ്മുടെ ബോൺസിന് അല്ലെ, എല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. നീഡ്സ് ഫോർ ദ ബിൽഡിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്തി ബോൺസ്. നമ്മുടെ ബോൺസിന്റെ ഒക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങും അതിന്റെ നല്ല മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയ തൊലി ആകാൻ വേണ്ടി വരുന്ന ആ കാലാവധി എന്ന് പറയുന്നത് 27 മുതൽ 30 ദിവസം വരെയാണ്. ഇത് 1 മാസത്തോളം വേണം. തൊലി മുഴുവൻ മാറി പുതിയ തൊലി ആകാൻ വേണ്ടി വരുന്ന കാലാവധി 27 മുതൽ 30 ദിവസം വരെ. ഇപ്പൊ നമ്മൾ എന്നെ കറിക്കൊക്കെ അരിയുമ്പോഴൊക്കെ കൈയൊക്കെ മുറിഞ്ഞ് ഒരു ഭാഗമൊക്കെ ഇതായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പുതിയ സ്കിൻ വരൂല്ലേ, അവിടെ വേറെ തൊലി വരൂല്ലേ. അങ്ങനെ നമ്മളൊരു തൊലി മുഴുവൻ, മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ വേണ്ടി വരുന്ന കാലാവധിയാണ് 27 മുതൽ 30 ദിവസം വരെ. ഇനി മനുഷ്യ ശരീരത്തിലെ ത്വക്കിന്റെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 10.9 കിലോഗ്രാം ആയിരിക്കും. ത്വക്കിന്റെ ശരാശരി ഭാരം 10.9 കിലോഗ്രാം. ഇത് രണ്ടും ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പോലെ ഇതില്ല. ഇത് വളരെ കുറച്ചൊരു പോർഷൻ മാത്രമേ എന്തോ ഭാരം 10.9 കിലോഗ്രാം ശരാശരി. മനുഷ്യ ശരീരത്തിലെ ത്വക്കിന്റെ ശരാശരി ഭാരമാണ് 10.9 കിലോഗ്രാം. ഇത്രയാണ് നമ്മൾ സെൻസ് ഓർഗൻസിൽ പഠിക്കാനുള്ളൂ. 5 സെൻസ് ഓർഗൻസും നമ്മൾ കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ത്വക്കും പഠിച്ചു, നോസും പഠിച്ചു, മൂക്കും പഠിച്ചു, അത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് കടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത് ജെനറ്റിക്സ് ആണ്. ജനിതക ശാസ്ത്രം എന്ന് പറയും ജെനറ്റിക്സ്. എന്താ ജെനറ്റിക്സ് എന്ന് അറിയാം? ജെനറ്റിക്സ്, ജീൻസ്, ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഈ നമ്മൾ പറയും, നമ്മൾ എന്താ പറയാ, ചിലര് പറയും മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോ അച്ഛന്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവമാണ് അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറയും
അല്ലെ? അപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ട് മാതാപിതാക്കളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ അവർക്കുടെ ക്യാരക്ടർ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയക്കാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ചിലപ്പോ പറയൂലേ നമ്മള് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ചില ക്യാരക്ടേഴ്സ് ഒക്കെ കൊച്ചുമക്കൾക്കൊക്കെ പറയില്ലേ മുത്തച്ഛന്റെ അതേ പാരമ്പര്യമാണ് അല്ലെങ്കിൽ അച്ചാച്ചന്റെ അതേ സ്വഭാവമാണെന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അതായത് മാതാപിതാക്കളുടെ സവിശേഷതകളൊക്കെ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയക്കാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. HEREDITY ഹെറിഡിറ്റി. ഓക്കെ. എന്നാൽ ചിലർക്ക് ഒരു സ്വഭാവം ഇതുണ്ടാവില്ല. അതായത് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാകുന്ന ആ സവിശേഷതയാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. വേരിയേഷൻ. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? അപ്പൊ മാതാപിതാക്കളുടെ സവിശേഷത ഗുണങ്ങൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ്, അതേ ക്യാരക്ടർ കുട്ടികളിലേക്ക് വരുന്നതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്, ഹെറിഡിറ്റി. എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ സന്താനങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ആ രണ്ട് ടേംസും ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾ പറയാറില്ല അങ്ങനെ? പിള്ളേരോടൊക്കെ പറയാറില്ലേ? അല്ലേ? പറയും ചീത്ത കാര്യങ്ങൾ. അയ്യോ, ഇത് റെക്കോർഡാണ്, എല്ലാവരും കേൾക്കുന്നത്. എന്നാലും പിള്ളേർക്ക് ചീത്ത സ്വഭാവമൊക്കെയാണെന്ന് പറയും. അച്ഛന്റെ വീട്ടുകാർ പറയും അമ്മയുടെ അതേ സ്വഭാവം എന്ന് പറയും ഇല്ലേ? പതുക്കെ പറയുന്നത്. പറയോ? നല്ല സ്വഭാവല്ലേ? പിള്ളേർക്ക് നല്ല ക്വാളിറ്റീസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പറയും അത് അച്ഛനെ പോലെയാണ്, അച്ഛന്റെ സ്വഭാവം അല്ലെ? ചീത്ത സ്വഭാവം പറയും അമ്മയുടെ സ്വഭാവം എന്ന് പറയും അല്ലേ? നമ്മൾ പറയില്ലേ? എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് അത് നമ്മുടെ ജീനാണ്. എന്നുവെച്ചാൽ കുട്ടികളിലേക്ക് എന്തായാലും നമ്മുടെ ഒരു ചെറിയൊരു ക്യാരക്ടേഴ്സ് അവർക്ക് കിട്ടാതിരിക്കില്ല അല്ലെ? ഇപ്പൊ നമ്മൾ നേരെ നോക്കുമ്പോഴാണെങ്കിലും അല്ലെ, ചിലരൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വളരെ സിമിലർ അല്ലേ കുട്ടികള്? മുഖച്ചായ ഫേസും കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇല്ലേ അങ്ങനെ? നമ്മുടേതായ എന്തെങ്കിലും, അതായത് നമ്മുടെ ജീനാണ് അവരിൽ കിടക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും ജീനാണല്ലോ കുട്ടികളിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് അവർക്കുടെ ക്യാരക്ടറും. നമ്മൾ പുറമേ ഉള്ള ഇത് മാത്രമല്ല, അവർക്കുടെ ക്യാരക്ടറിലേക്കും ആ ക്യാരക്ടർ രൂപപ്പെടുന്നതിനും സ്വഭാവങ്ങളൊക്കെ വരുന്നതിനും ഒത്തിരി ആ ജീൻ, നമ്മുടെ ജീനുകളാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഇത് കിട്ടുന്നത്. അപ്പൊ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷത ഗുണങ്ങള് സന്താനങ്ങളിലേക്ക് വരുന്നതിനെയാണ് നമ്മള് ആ പ്രക്രിയയാണ് പാരമ്പര്യം എന്ന് പറയും. നമ്മൾ പറയും പാരമ്പര്യമായി കിട്ടിയതാന്ന് പറയും അല്ലെ? ചില ക്യാരക്ടേഴ്സ് കാണിക്കുമ്പോ അത് പാരമ്പര്യമാണ്, അത് മാറ്റാൻ പറ്റില്ല, അത് പാരമ്പര്യമായി കിട്ടിയതാന്ന് പറയും. ഇനി നമ്മള് ചില ക്യാരക്ടേഴ്സ്, ചില കാര്യങ്ങള്, അതായത് മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള്, അത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ആ സവിശേഷതയാണ് വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വംശ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രശാഖയ്ക്കാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്? വംശ പാരമ്പര്യത്തെ കുറിച്ചും വ്യതിയാനത്തെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്കാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. ജെനറ്റിക്സ് GENETICS ജെനറ്റിക്സ് എന്ന് പറയുന്നത്. Genetic is the study of gene, genetic variation and heredity of the organisms. അതായത് ഹെറിഡിറ്റിനെ കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ ജനിതക ശാസ്ത്രം എന്താണെന്നുള്ളത്? ഓക്കെ. ഇനി നമുക്ക് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജനിതക ശാസ്ത്രം. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോൺ മെന്റൽ. ഗ്രിഗർ ജോൺ മെന്റൽ അല്ലെങ്കിൽ ഗ്രിഗർ മെന്റൽ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഗ്രിഗർ ജോൺ മെന്റൽ ഫുള്ളാണ്. ഗ്രിഗർ ജോൺ മെന്റൽ, GREGOR, ഗ്രിഗർ ജോൺ മെന്റൽ, MENDEL, മെന്റൽ, MENDEL, ഗ്രിഗർ ജോൺ മെന്റൽ. അപ്പൊ ജെനറ്റിക്സ്, എന്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ ജോൺ മെന്റൽ. ഫാദർ, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോൺ മെന്റൽ, MENDEL, സ്പെല്ലിംഗ് നോക്കാം, മെന്റൽ.
ഇനി ഈ ഗ്രിഗർ ജോൺ മെൻഡൽ ഇങ്ങനെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ പരീക്ഷണം, അതിന് ബേസിക്, ഇതിന് തുടക്കം കുറിച്ചത് ഒരു പയർ ചെടിയിലാണ് അദ്ദേഹം ആ പരീക്ഷണം നടത്തിയത്. അതായത് 2 വ്യത്യസ്ത ഗുണങ്ങളിലുള്ള പയർ ചെടീനെ തന്നെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈബ്രിഡ് ചെയ്തിട്ട് പുതിയ തലമുറ ഉണ്ടായി. അപ്പൊ അതിലുള്ള ഗുണങ്ങളൊക്കെ നോക്കി അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ വർഗസങ്കീർണ ഈ പരീക്ഷണങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിച്ച ചെടി എന്ന് പറഞ്ഞ പയറാണ്. പീസ് പയറാണ്. അപ്പൊ അവിടെ നോട്ട് ചെയ്യണം, പയറിന്റെ സയന്റിഫിക് നെയിം ആണ് പിസം സറ്റൈവം, PISUM. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫാദർ ആരാ? ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹം ഈ ജനിതക ശാസ്ത്രം ഇത് തുടങ്ങാനായിട്ട് ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ പരീക്ഷണം, ആദ്യം അദ്ദേഹം പരീക്ഷണം ചെയ്യാനായിട്ട് എടുത്ത സസ്യം എന്ന് പറയുന്ന പയർ ചെടിയിലാണ്, പയർ വിത്തിലാണ്. 2 ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉള്ള പയർ ചെടി എടുത്തിട്ട് അതിന് വർഗസങ്കലനം നടത്തി നോക്കി, പുതിയ തലമുറ ഉണ്ടായിപ്പോ അതിലെ ക്രോസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയാണ് അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് പയർ ചെടിയിലാണ്. അപ്പൊ ഈ പയർ ചെടിയുടെ സയന്റിഫിക് നെയിം ആണ് പിസം സറ്റൈവം, PISUM, പിസം സറ്റൈവം, SATIVUM, പിസം സറ്റൈവം, പിസം സറ്റൈവം. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത്, ഇനിയിപ്പോ നമ്മൾ കുറച്ച് ജെനറ്റിക്സിൽ നമ്മളുടെ സ്വഭാവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജെനറ്റിക്സ്, ജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകൾ എന്ന് പറയുന്നത്, അല്ലെ? ജീൻ ഈസ് എ ബേസിക് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റിയുടെ ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകൾ. പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകള്. ഈ ജീൻ എന്ന പദം നിർദ്ദേശിച്ചത്, ഇതിന് പേര്, ഈ ജീൻ എന്ന പേര് നിർദ്ദേശിച്ചത് വില്യം ജോഹാൻസൺ ആണ്. വില്യം ജോഹാൻസൺ, WILLIAM, വില്യം ജോഹാൻസൺ, JOHANSON, വില്യം ജോഹാൻസൺ. ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകൾ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. അപ്പൊ നമ്മളിങ്ങനെ പാരമ്പര്യത്തെ കൊണ്ടുപോകുന്ന ആരാന്ന് പറഞ്ഞത്? പാരമ്പര്യ സ്വഭാവവാഹകരാരാണ്? ജീനുകളാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് ജീനുകൾ. ഇനി ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലാണ്. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിൽ. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകളിലാണ്. CHROMOSOMES, ക്രോമസോംസ്. ജീനുകൾ കാണപ്പെടുന്നത് അപ്പൊ എവിടെയാ? ക്രോമസോമിലാണ്. ക്രോമസോമിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ സ്വഭാവം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ സ്വഭാവം കൊണ്ടുപോകുന്നത് ആരാണ്? ജീനുകളാണ്. ഈ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലാണ്. അപ്പൊ ഈ ക്രോമസോം എവിടെയാ? ക്രോമസോം എവിടെ ഇരിക്കുന്നേ? ക്രോമസോം എവിടെയാ? ക്രോമസോം എന്ന് പറയുന്നത് ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് എവിടെയാന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലിന്റെയും ആനിമൽ സെല്ലിന്റെയും ഈ ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ക്രോമസോംസ്. ഓക്കെ. ആനിമലിന്റെയും പ്ലാന്റിന്റെയും ഒക്കെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന, ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ക്രോമസോംസ്. ഓക്കെ. അപ്പൊ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ക്രോമസോംസിലാണ്. ഈ ക്രോമസോം എന്താന്ന് മനസ്സിലായില്ലേ? ക്രോമസോം എന്ന് പറഞ്ഞ ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ്. അത് പ്ലാന്റ് സെല്ലിന്റെയും ആനിമൽ സെല്ലിന്റെയും ഒക്കെ ഉള്ളില് അതിലെ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്ന ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് സെല്ലിലല്ലേ? അതെ, സെല്ലില്. പ്ലാന്റ് സെല്ലിന്റെയും ആനിമൽ സെല്ലിന്റെയും നമ്മള് എന്താ പറയാ, ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ഇതാ പറഞ്ഞത്. ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്?
പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകള്. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോംസിലാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകളിലാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ക്രോമസോംസിന്റെ ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് DNA ആണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA. DNA എന്ന് കേട്ടിട്ടുണ്ടോ? ക്രോമസോംസിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. അപ്പൊ 3 കാര്യം: പാരമ്പര്യ സ്വഭാവവാഹകര് ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? ക്രോമസോമില്. ഈ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. DNAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DEOXY. ഡിയോക്സി. DEOXY. ഡിയോക്സി റൈബോ. RIBO. റൈബോ. ന്യൂക്ലിക് ആസിഡ്. NUCLEIC. ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, DNA എന്ന് പറഞ്ഞപ്പോ എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ജീനുകൾ എവിടെ ഇരിക്കുന്നേ? ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? ക്രോമസോമിലാണ് അത് അവിടെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ജീവികളില് ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കും. പല ജീവികളിലെയും ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മുടെ മനുഷ്യനാവണമെങ്കിൽ നമ്മള് മനുഷ്യര് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്രയാണെന്നറിയോ? 46. അപ്പൊ 46 ക്രോമസോം ഉണ്ടെങ്കിലാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് നോക്കിയേ, ഒരു ചെറിയൊരു ക്രോമസോമിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരുമ്പോഴത്തേക്കും വേറൊരു ജീവിയായി പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 44 ക്രോമസോം ഉള്ളെങ്കിൽ അത് വേറൊരു ജീവിയായി. റാബിറ്റ് അല്ലെങ്കിൽ മുയലിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 44 അപ്പൊ നമ്മൾ ഈ ക്രോമസോമിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ ജീവിയും വരുന്നത്. ഇപ്പൊ മനുഷ്യന്റെ നമ്മൾ പറഞ്ഞു 46 പറഞ്ഞു. ഇപ്പൊ 48 ആണെങ്കിൽ ചിമ്പാൻസിയുടെ ക്രോമസോം സംഖ്യ 48. അപ്പൊ നോക്കിയാൽ 2 ക്രോമസോം, നമ്മളിൽ നിന്ന് 2 ക്രോമസോമിന്റെ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ അല്ലെ? 46, 47, 48 2 ക്രോമസോം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരു ഇതായി ചിമ്പാൻസിയായി. കണ്ടോ? അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് ക്രോമസോം സംഖ്യ. അപ്പൊ നമ്മുടെ ക്രോമസോം സംഖ്യ 46. അപ്പൊ 46 എന്ന് പറഞ്ഞ ക്രോമസോം സംഖ്യ ഉള്ളവരാരാ? മനുഷ്യരാണ്. മനസ്സിലായോ ക്രോമസോംസിന്റെ? അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോം ഉള്ള ജീവി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2-3 അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സുകൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോം ഉള്ള ജീവി അസ്കാരിസ് മെഗലോസെഫാലസ്. അസ്കാരിസ് മെഗലോസെഫാലസ്. സ്പെല്ലിങ്ങും പറയാം, അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ചോ. അസ്കാരിസ്, ASCARIS. അസ്കാരിസ് മെഗലോ, MEGALO, മെഗലോസെഫാലസ്, CEPHALUS. അസ്കാരിസ് മെഗലോസെഫാലസ്. യൂണിവാലൻസ്, UNIVALENS. ഫുള്ളായിട്ട് പറയുമ്പോൾ അസ്കാരിസ് മെഗലോ യൂണിവാലൻസ് അങ്ങനെ പറയണം. ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോം ഉള്ള ജീവിയാണ് അസ്കാരിസ് മെഗലോസെഫാലസ് യൂണിവാലൻസ്. 2 ക്രോമസോം ഉള്ളൂ. കണ്ടോ? നമ്മളുമായിട്ട് എന്തോ ഒരു വ്യത്യാസം നോക്കിയേ. അപ്പൊ നമുക്ക് 46 ക്രോമസോമാണ് ഉള്ളത്. ഇവിടെ നോക്കിയേ, അസ്കാരിസ് മെഗലോസെഫാലസ് എന്ന് പറയുന്ന ജീവിക്ക് 2 ക്രോമസോം ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് 2 ക്രോമസോം ഉള്ളത് ഏതാണ്? അങ്ങനെ നോക്കിയാൽ മതി ആ പേരുകള്. ഇനി ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ ഉള്ള സസ്യമാണ്, ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ ഉള്ള സസ്യം ഓഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം. ഓഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം. OPHI. OPHIOGLOSSUM. ഓഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം. RETICULATUM. ഓഫിയോഗ്ലോസം
ബ്ലോസം റെറ്റിക്കുലേറ്റം. എത്രയാണെന്നറിയോ? 1262 ക്രോമസോംസ് ഉണ്ട്. 1262 ക്രോമസോംസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ ഉള്ള സസ്യമാണ് ഓഫിയോ ബ്ലോസം റെറ്റിക്കുലേറ്റം. 1262 ക്രോമസോംസ് ആണ് ഉള്ളത്. ഇനി ഏറ്റവും കുറവ് ക്രോമസോം സംഖ്യയുള്ള സസ്യമാണ് ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ്. ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ്. ഒരു വലിയ വലിയ പേരുകളാണല്ലേ. HAPLOPAPPUS. ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ്. GRACILIS. ഗ്രാസിലസ്. 4 ക്രോമസോം. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യയുള്ള സസ്യം ഓഫിയോ ബ്ലോസം റെറ്റിക്കുലേറ്റം. ഏറ്റവും കുറവ് ക്രോമസോം സംഖ്യയുള്ള സസ്യമാണ് ഹാപ്ലോപാപ്പസ് ഗ്രാസിലിസ്. 4 ക്രോമസോമേ ഉള്ളൂ. 4 ക്രോമസോം. ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോം ഉള്ള ജീവി ആണ് അസ്കാരിസ് മെഗലോസെഫാലസ് യൂണിവാലൻസ്. അത് 3ഉം സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് 3ഉം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ ഇത് നിങ്ങൾക്ക് തരുന്ന നോട്ടില് കുറെ ജീവികളുടെ ലാസ്റ്റ് ക്രോമസോം സംഖ്യ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കുറെ ജീവികളും അതിന്റെ ക്രോമസോംസ് നമ്പേഴ്സും ഉണ്ട്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മള് ജീനുകൾ നമ്മൾ കാണപ്പെടുന്നത് ക്രോമസോമിലാന്ന് പറഞ്ഞു. ക്രോമസോം എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിന്റെയും ആനിമൽ സെല്ലിന്റെയും ന്യൂക്ലിയസിൽ ഉള്ള ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ്. ഈ ക്രോമസോംസിന്റെ അടിസ്ഥാന ഘടകമാണ് DNA എന്ന് പറയുന്നത്. DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA. ഓക്കെ, ഡിഎൻഎയുടെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? ഡിഎൻഎയുടെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? DNA കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണെന്നറിയോ? ചുറ്റുഗോവണി ഇങ്ങനെ ഡബിൾ ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഞാനിവിടെ നോക്കട്ടെ, ഷെയർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് എടുത്തിട്ടേണ്ടായിരുന്നു സമയം. അതും കൂടി ഒന്ന് നോക്കിയിട്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് സിംറ്റംസും ഡിസീസസും കൊണ്ട് ഉണ്ട് ഇതിനകത്ത്. നോക്കട്ടെ കേട്ടോ. മിസ്സേ ഗൂഗിളിൽ നോക്കിയാൽ മതി, ഗൂഗിളിലുണ്ട്. സൗണ്ട് ഇല്ല. നോക്കിയേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതൊന്ന് നിങ്ങളെ ഫോണിൽ ഒന്ന് സൂം ചെയ്തൊന്ന് നോക്കി. കണ്ടോ? സെലക്ട് ചെയ്തിട്ട് കണ്ടോ? നോക്കിയേ. അപ്പൊ DNA സ്ട്രക്ചർ എങ്ങനെയാ നോക്കിയേ? ഡബിൾ ഹെലിക്സ് ഷേപ്പ്. അത് നോക്കാം. അപ്പൊ ഓരോ ക്രോമസോമിലും
ഇതിങ്ങനെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാരക്ടറിനെ പാരമ്പര്യ സ്വഭാവവാഹകരാണ് നമ്മൾ ജീനുകൾ എന്ന് പറഞ്ഞു. ഈ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലാണ്. ഈ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. ഇത് DNA സ്ട്രക്ചർ ആണ്. അപ്പൊ ഓരോ ക്രോമസോമിലും ഉള്ള DNA എണ്ണം 2 DNA ഉള്ളത് 2 എണ്ണം ഉണ്ട്. ഓരോ ക്രോമസോമിലും ഉള്ള DNA എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് DNA ആണുള്ളത്. ഈ DNA സ്ട്രക്ചർ നോക്കി എവിടെ തന്നേക്കണെന്ന് കണ്ടില്ലേ? ചുറ്റുഗോവണി, ചുറ്റിയിരിക്കണ കണ്ട, ചുറ്റുമായിട്ടിരിക്കുന്നത് ചുറ്റു വെച്ചേക്കണോ അല്ലെ? ഡബിൾ ഹെലിക്സ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ചുറ്റുഗോവണിയുടെ ആകൃതി, അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് ഷേപ്പ് ആണ് DNA ഉള്ളത്. ഈ DNA ഇങ്ങനെ ചുറ്റുഗോവണിയുടെ ആകൃതിയാണെന്ന് ആ മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും ആണ്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് കിക്ക്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് കിക്ക്. ഓക്കെ, ജെയിംസ് JAMES, ജെയിംസ് വാട്സൺ WATSON, ഫ്രാൻസിസ് കിക്ക്, ഫ്രാൻസിസ് FRANCIS CRICK, ഫ്രാൻസിസ് കിക്ക്. ഓക്കെ, ഇത്രയും നമുക്ക് ഇന്ന് നിർത്താം. അപ്പൊ നമുക്ക് ഈ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞേ? എന്താണ് ആരും മിണ്ടാത്തെ? ഹെറിഡിറ്ററി ഹെറിഡിറ്റിനെ ക്യാരക്ടേഴ്സിന്റെ ഇത് കിട്ടുന്നു. പഠിക്കുന്നതാണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്, ഈ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ പരീക്ഷണത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ച സസ്യം ഏതാ? അതിന്റെ സയന്റിഫിക് നെയിം പിസം സറ്റൈവ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്യാരക്ടേഴ്സ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ജീനുകളാണ്. വാഹകരാണ് ജീനുകൾ. ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാ? ക്രോമസോമിന്റെ അടിസ്ഥാന DNA അല്ലെ? DNA ആണ് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം. ഓരോ ക്രോമസോമിലുള്ള DNA എത്ര DNA ഉണ്ട്? 46. മനുഷ്യന്റെ ക്രോമസോം സംഖ്യയാണ് 46. അതായത് 23 പെയർ 46 ക്രോമസോം സംഖ്യ. ഓരോ ക്രോമസോമിലും ഉള്ള DNA എണ്ണം 2 എണ്ണാണ്. 2 DNA. അപ്പൊ ഓരോ ക്രോമസോമിലും ഉള്ള DNA എണ്ണമാണ് 2. DNA ആകൃതി എന്താ? ഡബിൾ ഹെലിക്സ് അല്ലെ? നമ്മൾ കണ്ട ചുറ്റുഗോവണി ഈ ഡബിൾ ഹെലിക്സ് ആകൃതിയാണ്, മാതൃകയാണ്. ഈ ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും ആണ്. പിന്നെ നമ്മള് ക്രോമസോം നമ്പേഴ്സ് ആണ് പറഞ്ഞത് അല്ലെ? ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന എന്താ? ജീനുകളാണ്. ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. ജീൻ എന്ന പദം നിർദ്ദേശിച്ചത് വില്യം ജോഹാൻസൺ ആണ്. പിന്നെ നമ്മൾ പല ക്രോമസോം, ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യയുള്ള സസ്യം പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ക്രോമസോം സംഖ്യയുള്ള സസ്യം പറഞ്ഞു, പിന്നെ ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോം ഉള്ള ജീവി. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്, ജെനറ്റിക്സ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന്, PSC എക്സാമിന് മിക്കവാറും ചോദിക്കും. അതിനകത്തുള്ള അതിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ആ സ്ട്രക്ചറിൽ ഉള്ള നൈട്രജൻ ബേസുകൾ ചോദിക്കും. അപ്പൊ അത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ജെനറ്റിക്സ് ഇപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മൾ DNA നമ്മുടെ മനസ്സിൽ വേണം. DNA വെച്ചാൽ ഓരോ ക്രോമസോമിലും
ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. DNA-യില് എന്താണ് അതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് ആണ്. ഓരോ ക്രോമസോമിലുള്ള DNA-യുടെ എണ്ണം എത്രയാ? 2 DNA ആണുള്ളത്. 2 DNA ആണുള്ളത്. ഇത്രയും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.